ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഹോം മെയ്ഡ് ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ വീട്ടിലുണ്ടാക്കി സക്സസ് ആയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ബണ്ണിൻ്റെ റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരുന്നല്ലോ. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നോർമൽ വാട്ടറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിൽ ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഫുള്ള് ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നവരെ ഒന്ന് നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ മൈദൻ്റെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ നമ്മൾ മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഞാനിവിടെ 2 കപ്പ് മൈദയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ട്, പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മൈദൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേ നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഡോ റെഡിയായി വന്നപ്പോഴത്തേന് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടി കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഡോ ഇവിടെ നീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് ഇത് ഇങ്ങനെ നീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എങ്കിലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ബണ്ണ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. നല്ലപോലെ കുഴച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോഴത്തേനും നല്ലോണം ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്ന് നീഡ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഈക്വൽ പീസായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. എനിക്ക് ഇതിൽ നിന്നൊരു 6 പീസാണ് കിട്ടിയിട്ടുള്ളത്. 6 പീസ് ബണ്ണാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരളവ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ഈക്വൽ സൈസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എനിക്കൊരു 6 പീസാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിത് അവനിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ട്രേയിലേക്ക് കുറച്ച് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബട്ടർ. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഡോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു നനഞ്ഞ കോട്ടൺ തുണി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 1/2 മണിക്കൂറെങ്കിലും ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ആ ഒരു കോട്ടൻ്റെ ക്ലോത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് നോർമൽ വാട്ടർ മുകളിൽ ബ്രഷ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഞാൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓവൻ 180 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബണ്ണിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വെള്ള എള്ള് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി ചെയ്താൽ കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ഓവനിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഓവനിലേക്ക് ബണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 200 ഡിഗ്രിയിലാണിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 25 മിനിറ്റ്സാണ് ഞാൻ ടൈം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും തന്നെ ചെറിയ ഗോൾഡൻ കളർ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കുകയാണ് മുകളിൽ. അപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബണ്ണൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ കുറച്ചും കൂടെ ബട്ടർ മുകളിൽ തേച്ച് കൊടുക്കുകയാണ്. ആ ചൂടോടെ തന്നെ തേക്കുമ്പോഴത്തേനും അതങ്ങ് മെൽട്ടായിക്കോളും. അതിനുശേഷം ഞാൻ പുറത്തേക്ക് ട്രേ എടുത്തിട്ട് ഒരു നനഞ്ഞ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു കോട്ടൺ തുണി വെച്ച് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബണ്ണൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. ഉള്ളിലൊക്കെ നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബണ്ണാണ്. നമ്മൾ എഗ്ഗൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്ന ബണ്ണാണിത്. അപ്പം വെജിറ്റേറിയൻസിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കാനും, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.